എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ചു വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിന് നീ വിധേയപ്പെടണം. ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട. മറിച്ച് കർത്താവിൻ്റെ ആയുധമായ, സ്വർഗത്തിൻ്റെ ആയുധമായ ജപമാല നീ കയ്യിലെടുക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല, നിൻ്റെ കർത്താവാണ്. പുറപ്പാട് 14:1-14 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണം ചില കാര്യങ്ങൾക്ക്. ഇപ്പം തന്നെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞു നിൽക്കുക. നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തർജ്ജമകളുള്ളത്. നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയം അനുവദിക്കുക എന്നർത്ഥമുണ്ട്. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.